ഹലോ. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഹൗസ് ഫണ്ട്. ഹൗസ് ഫണ്ടിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, റേസ് ഫണ്ട്സ് ആൻഡ് ഗ്രാൻഡ് ലോൺസ് ടു ആൾ ടൈപ്സ് ഓഫ് അഫിലിയേറ്റഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. കേരള സ്റ്റേറ്റിനകത്ത് വരുന്ന എല്ലാ പ്രൈമറി ലെവലുള്ള ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു LIC, ഹുഡ്കോ, അതുപോലെ തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുകയും ആ ഫണ്ട് എന്ത് ചെയ്യുന്നു, പ്രൈമറി ലെവലിലുള്ള ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എന്ത് ചെയ്യും, ലോൺസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ദ ലോൺ അപ്ലിക്കേഷൻസ് ആർ സബ്മിറ്റഡ് ടു ദ റീജിയണൽ ഓഫീസസ് ഓഫ് ദ ഫെഡറേഷൻ വിത്ത് നെസസറി ഡോക്യുമെൻറ്റ്സ്. അപ്പം പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ലോൺ ആവശ്യമുള്ള പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ത് ചെയ്യണം, ഹൗസ് ഫണ്ടിന് പ്രധാനമായിട്ടും 3 റീജിയണൽ ഓഫീസുകളുണ്ട്. ഒന്ന് തിരുവനന്തപുരമാണ്, മറ്റൊന്ന് എറണാകുളമാണ്, മറ്റൊന്ന് കോഴിക്കോടാണ്. ഇങ്ങനെ 3 റീജിയണൽ ഓഫീസുകളുണ്ട്. അതിന് പുറമെ ഒരു ഹെഡ് ഓഫീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊച്ചിനാണ് ഹെഡ് ഓഫീസ്. അപ്പം കൊച്ചിൻ ഹെഡ് ഓഫീസ്, അതുപോലെ തന്നെ തിരുവനന്തപുരം, എറണാകുളം, അതുപോലെ തന്നെ കോഴിക്കോട്, ഇങ്ങനെ 3 റീജിയണൽ ഓഫീസുകളുമാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ റീജിയണൽ ഓഫീസുകളിൽ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ഇവിടെയുള്ള റീജിയണൽ ഓഫീസുകളിൽ എന്ത് ചെയ്യണം, ലോണുകൾ ആവശ്യമുള്ള ആളുകൾ ലോൺ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടത് ആ ഡോക്യുമെൻറ്റ്സുകൾ വെച്ചുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് വിത്ത് നെസസറി ഡോക്യുമെൻറ്റ്സ് എന്ന്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ലോൺ കിട്ടുന്നതിന് വേണ്ടത് അത്തരത്തിലുള്ള നെസസറി ഡോക്യുമെൻറ്റ്സുകളെല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ലോൺ ആപ്ലിക്കേഷൻ റീജിയണൽ ഓഫീസുകളിൽ സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ലോൺ സാങ്ഷനാക്കി നൽകുകയുള്ളൂ. ദ ലോൺ ഈസ് സാങ്ഷൻഡ്, അവിടെ ഒരു സ്പേസ് വിട്ടുപോയിട്ടുണ്ട്. ദ ലോൺ ഈസ് സാങ്ഷൻഡ് ഇൻ 3 ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് 30%, 40%, 30%. ലോണ് സാങ്ഷനാക്കിയ ലോൺ എമൗണ്ട് കൊടുക്കുന്നത് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മൊത്തം എമൗണ്ടിൻ്റെ 30% കൊടുക്കും, പിന്നീട് മൊത്തം എമൗണ്ടിൻ്റെ 40% കൊടുക്കും, ദെൻ 30%. അപ്പം 30, 40, 30 ഈ രീതിയിൽ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലോൺ എമൗണ്ട് മെമ്പേഴ്സിന് സാങ്ഷനാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ലോണുകൾ നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. സെക്കൻഡ്, ദ ഫെഡറേഷൻ പ്രൊവൈഡഡ് ₹1 lakh ഓൺ ലോൺ ആൻഡ് ₹25,000 as subsidy to primary housing society for the purpose of construction of office building. പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തുടങ്ങുവാണെങ്കിൽ അതിൻ്റെ ഓഫീസ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹൗസ് ഫണ്ട് ₹1 lakh വരെ ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 1 lakh ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിൽ 25,000 എന്ത് ചെയ്യും, സബ്സിഡി കൊടുക്കും പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. അതായത് ഒരു പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഒരു ഓഫീസ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി ഹൗസ് ഫണ്ടിൽ നിന്ന് ₹1 lakh വായ്പ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര തിരിച്ചു കൊടുത്താൽ മതി, 75,000 തിരിച്ചു കൊടുത്താൽ മതി. അതായത് 25,000 സബ്സിഡിയോട് കൂടി ₹1 lakh എന്ത് ചെയ്യും, ഹൗസ് ഫണ്ട് പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഓഫീസ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി നൽകും എന്നർത്ഥം. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. തേർഡ്, the federation sanctioned ₹5,000 as furniture subsidy to the primary housing society for a period of 5 years. 5 വർഷത്തേക്ക് പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഫർണിച്ചർ സബ്സിഡി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ₹5,000 ഹൗസ് ഫണ്ട് സാങ്ഷനാക്കി നൽകുന്നുണ്ട്. ഓക്കെ, ഹൗസ് ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സോ സാങ്ഷൻഡ് ₹5,000 ആസ് ഫർണിച്ചർ സബ്സിഡി ടു ദ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ എ പീരിയഡ് ഓഫ് 5 years. 5 വർഷക്കാലത്തേക്ക് ഫർണിച്ചർ സബ്സിഡി ആയിട്ട് പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റികൾക്ക് ഹൗസ് ഫണ്ട് ₹5,000 സാങ്ഷനാക്കി നൽകുന്നുണ്ട്. ഇതാണ് തേർഡ് ഫംഗ്ഷൻ. ദെൻ ഫോർത്ത്, ദ ഫെഡറേഷൻ പ്രൊവൈഡഡ് ₹1,000 ആസ് ആൻ ഇൻസെൻറ്റീവ് പ്രൈസ് ടു ദ ബെസ്റ്റ് വർക്കിംഗ് സൊസൈറ്റീസ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ എവറി ഇയർ. ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രൈമറി സൊസൈറ്റികൾക്ക് ₹1,000 ഇൻസെൻറ്റീവ്സ് പ്രൈസായിട്ട് ആര് നൽകുന്നുണ്ട്, ഹൗസ് ഫെഡറേഷൻ നൽകുന്നുണ്ട്. ഓക്കെ, ₹1,000 ആസ് ആൻ ഇൻസെൻറ്റീവ് പ്രൈസ്
ഇൻസെൻറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രോത്സാഹന തുക എന്ന് നമ്മൾ പറയില്ലേ, ആ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രൈമറി ലെവലുള്ള സൊസൈറ്റികൾക്ക് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും എന്ത് ചെയ്യുന്നുണ്ട്, ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സൊസൈറ്റികൾക്ക് ഇൻസെൻറ്റീവ് പ്രൈസ് ആയിട്ട് ഹൗസ് ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, 1000 rupees പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹൗസ് ഫണ്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഹൗസ് ഫണ്ട് എന്താണ്, അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എത്രയാണ്, ലാബിലിറ്റി, ഒബ്ജക്ട്സ്, ദെൻ മാനേജ്മെൻറ്റ്, ദെൻ ലാസ്റ്റ് അതിൻ്റെ ഫങ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. ഹൗസ് ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ വളരെ പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഹൗസ് ഫണ്ട് ഇതിനു മുൻപ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, ഹൗസ് ഫണ്ടിനെ കുറിച്ച് അപ്പോൾ കൃത്യമായിട്ടും പഠിക്കണം. ഓക്കെ, താങ്ക് യു.